ഇല്ലേന്ന് സെലിബ്രേഷൻ. ഓ ഈ കാക്ക സമ്മതിക്കത്തില്ല. പോ കാക്കേ. ആ 1K ആയതിൻ്റെ ചെടേ പോ കാക്കേ. ഒരു സമ്മതിക്കത്തില്ല. ഹായ് ഗൈസ്. സോ കുറച്ച് നാളായി ഞാൻ Q&A എടുക്കണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല ഗൈസ്, എൻ്റെ പല്ലെടുപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുവാണ്. കുറച്ച് വാർക്കപ്പണികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും നടന്നില്ല. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് 1K ആയിട്ട് ഫസ്റ്റ് എൻ്റെ Q&A ആണ്. സോ നമുക്ക് നോക്കാം. എന്താ ഇതായിരുന്നു കാണാൻ പറ്റും, ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെൻ്റ് ആണ്. ഇവിടെയാണ് നോക്കി സംസാരിക്കണേ, അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പേരൊന്നും പറയുന്നില്ല, നമുക്ക് ജസ്റ്റ് അങ്ങ് ക്വസ്റ്റ്യൻ പറഞ്ഞു പോവാം. ചേച്ചി ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്ന് പറയാമോ? ലിപ്സ്റ്റിക് ഷെയ്ഡ് സത്യം പറഞ്ഞാൽ ഞാൻ പല ഷെയ്ഡൊക്കെ മിക്സ് ചെയ്താണ് ഇടുന്നത്. എനിക്ക് ഇന്ന ഷെയ്ഡൊന്നുമില്ല. എനിക്ക് കുറച്ച് നല്ല ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് ഉണ്ട്, ഗുഡ് വൈബ്സിൻ്റെ പ്ലം ക്രഷ് എന്ന് പറഞ്ഞ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇച്ചിരി ശബ്ദം കാണും, ഞാൻ പുറത്തിരുന്നാണ് എടുക്കുന്നത്. സോ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് കാണും. പ്ലീസ് എക്സ്ക്യൂസ് ഗൈസ്. ലിപ്സ്റ്റിക് ഷെയ്ഡ് സത്യം പറഞ്ഞാൽ ഈ ഇട്ടേക്കുന്ന ഷെയ്ഡ് ഏതെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല. കണ്ടോ സംഭവം? ഇത് ഞാൻ മിക്സ് ചെയ്ത് ഓരോ ഷെയ്ഡ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് ഗുഡ് വൈബ്സിൻ്റെ പ്ലം ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡ് സൂപ്പർ ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റിയോട്ടിൻ്റെ റോഡ് റേഞ്ച് അത് നല്ലതാണ്. പിന്നെ എനിക്കൊരു പാലറ്റ് ഉണ്ട് ഗൈസ്, അതിൽ നിന്നൊക്കെ എടുത്ത് മിക്സ് ചെയ്ത്. പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക് കൂടി ഉണ്ട്, അതിൻ്റെ പേരെന്തിനായിരുന്നു എന്തോ, അതിന് പേരില്ല സത്യം പറഞ്ഞാൽ, പേര് മാഞ്ഞുപോയി. എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്നൊക്കെ എടുത്ത് മിക്സ് ചെയ്താണ് ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്കായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്, ഡ്രസ്സിനൊക്കെ അനുസരിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന ലിപ്സ്റ്റിക് ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ്സ്റ്റിക്കാണ്, പ്ലം ക്രഷിൻ്റെ ഗുഡ് വൈബ്സിൻ്റെതും പിന്നെ റിയോട്ടിൻ്റെ. രണ്ടിൻ്റെ പടഞ്ഞ് ഇവിടെയോ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലൈഫിൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലം എനിക്ക് മലേഷ്യ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അങ്ങനെ ഇങ്ങനെ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് എനിക്ക് ഈ സ്നോയൊക്കെ പെയ്യുന്ന ഏത് സ്ഥലമായാലും പോകണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അത് എന്തെങ്കിലുമൊക്കെ ഞാൻ പോവാം. അതുകൊണ്ട് എനിക്ക് മലേഷ്യ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പോകണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പോവാം, സമയമുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചി നോസിൻ്റെ താഴത്തെ ആ ബ്ലാക്ക് മോൾ ഇട്ടതാണോ അതോ ബൈ ബർത്ത് ഉള്ളതാണോ? എനിവേസ് നല്ല ഭംഗിയാണ് കാണാൻ. താങ്ക് യു. ഇതായിരിക്കും, ഇത് ഇട്ടതല്ല ഗൈസ്, ബൈ ബർത്ത് എൻ്റെ കൂടെ ഉള്ള ഒരു സംഭവമാണ്. ഇതുണ്ടോ? ഇത് ഞാൻ ജനിച്ചപ്പോൾ മുതലേ എൻ്റെ കൂടെ ഉണ്ട്. ഇത് വളരുന്നുണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ട ഗൈസ്, ഇത് വളരുന്നുണ്ടെന്നാണ് പറയുന്നത്. ആദ്യം ഇത് കുഞ്ഞതായിരുന്നു, ഇതിന് ചെറിയ വളർച്ചയൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഇത് ചിലപ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് കളയും, എന്തെങ്കിലും ഞാൻ ചെയ്യും. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ, യുവർ ബെസ്റ്റ് ഫ്രണ്ട്? 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ നഴ്സിങ്ങിന് പോകാൻ, BSc നഴ്സിങ്ങിന് പോകാനുള്ള പ്ലാനിങ് ആണ്. ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഇതിലൊക്കെ നിൽക്കുവാണ്. എല്ലാം ഫൈനലൈസ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാം. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കെല്ലാം അങ്ങ് അടിച്ച് തുറന്ന് അങ്ങ് കണക്ക് പറയാമെന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതെൻ്റെ കുഞ്ഞാണ്, രോണി കുഞ്ഞ. 1K അതിൻ്റെ സെലിബ്രേഷൻസ് ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1K അതിൻ്റെ സെലിബ്രേഷൻസ് ഇല്ല, കാര്യം റിസൾട്ട് വന്ന ഇടയ്ക്കാണ് വന്നത്. അതുകൊണ്ട് ഇതും കൂടി ഞാൻ അങ്ങ് ഒത്ത് കൊണ്ടുപോയി. പിന്നെ 1K അല്ലേ, ഇനി നമുക്കാകുമ്പം സെലിബ്രേഷൻസ് കൊണ്ടുവരാം. ഓക്കെ, മോസ്റ്റ് വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ് ആൻഡ് ഹൗ ടു ഓവർകം ഇറ്റ്? എനിക്ക് മോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് ഓവർകം ചെയ്യാനൊക്കെ പറ്റും. സിമ്പിൾ. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ ആ സിറ്റുവേഷൻ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഇത് ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇല്ല. എൻ്റെ പൊന്നു കിളി മിണ്ടായി. ഓരോ പ്രശ്നങ്ങൾ ഇപ്പം നമുക്കിപ്പം ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഏത് പ്രശ്നം വന്നാലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓവർകം ചെയ്ത് ഓവർകം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്ഷിപ്പിലായാലും അല്ല വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയാലും എനിക്ക് വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഓവർകം ചെയ്തിട്ടുമുണ്ട്. എനിക്ക് ആ സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കൊരു ഇഷ്യൂ വന്നപ്പം ഇതാണ് വലിയ ഇഷ്യൂ, എനിക്കത് ഭയങ്കര പാടായിരുന്നു ഓവർകം ചെയ്യാൻ. പക്ഷേ അത് ഞാൻ ഒരു പ്രാവശ്യം ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വലിയ പ്രശ്നമല്ല. പിന്നെ ഇനി വരുന്നത് നമുക്ക് വലിയൊരു പ്രശ്നമായി തോന്നത്തില്ല. നമ്മൾ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റും.
അതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ചൈൽഡ്ഹുഡ് മെമ്മറി ആൻഡ് ഫ്രണ്ട്സിനെ കുറിച്ച് പറയാം. ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് ഗൈസ് എൻ്റെ മോസ്റ്റ് പ്രഷ്യസ് മെമ്മറി. ഞങ്ങൾ കെടാവുളത്തായിരുന്നു ആദ്യം താമസിക്കുന്നത്. ഇവിടെ ചിലവർക്ക് അറിയാമായിരിക്കും, ചിലർക്ക് അറിയത്തില്ല. ഞങ്ങൾ ആദ്യം താമസിക്കുന്ന വീട്ടിൽ ചുറ്റും കൊച്ചുങ്ങളായിരുന്നു. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കൊച്ചുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് അവിടെ മിഥുൻ, മീശി, ഞാൻ, അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ. അത് ഞങ്ങളൊരു സമയമാകുമ്പോൾ കളി, ചാട്ടം, ഓട്ടം ചെയ്യാത്ത പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ എനിക്ക് ഫോൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലില്ല. ആ ഒരു മെമ്മറി എനിക്ക് ഇന്നും, ഞാൻ എന്തെങ്കിലും എനിക്ക് ആ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം മാത്രമാണ്. എനിക്ക് അവരുമായിട്ട് ആ കളിക്കുന്ന ആ ഒരു മൊമെൻറ്റ് ഇന്നും തിരിച്ചു വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു മൊമെൻറ്റ്. ഇനി അത് തിരിച്ച് കിട്ടത്തില്ല എന്നറിയെങ്കിൽ പോലും എനിക്കത് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മെമ്മറിയാണ്. യു ഗോട്ട് എനി പ്രപ്പോസൽസ്? ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എനി ക്രഷ്? പ്രപ്പോസൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രപ്പോസൽസൊക്കെ ഒരു പെങ്കൊച്ചാകുമ്പോൾ കിട്ടുമല്ലോ, അത് നോർമലാണ്. എന്തായാലും ഒരു കുറച്ച് ഗേൾസിന് ഒരു പ്രപ്പോസൽസ് ഒന്നും കിട്ടാതിരിക്കത്തില്ല. എനിക്ക് പ്രപ്പോസൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രഷ് അങ്ങനെ വേണ്ടത്തൊക്കെ ക്രഷൊന്നും തോന്നിയിട്ടില്ല. സമയമാവട്ടെ, തോന്നുമായിരിക്കും. സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? എന്നേയില്ല. ഞാൻ എങ്ങനെയും ഇറങ്ങി ഓടിക്കൊള്ളാൻ വയ്യാതെ തീർത്ത 2 വർഷമായിരുന്നു കൈസൊക്കെ. പക്ഷെ എനിക്ക് 12th 11th എൻ്റെ ആ ഒരു ബെഞ്ചിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മിസ് ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ അതൊക്കെ മിസ് ചെയ്യാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്ന ടൈമൊക്കെ. ചേച്ചി, ഇവിടെ ആകെ സൗണ്ടാണ്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെറ്റ് ഏതാണ്? പിന്നെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെറ്റ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടിക്കുട്ടികളാണ് ഗൈസ്. എനിക്ക് പൂച്ചയെന്ന് പറയുന്ന സാധനത്തിനെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ പൂച്ച ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഗൈസ്. എന്നെ ഒരു വിധത്തിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒന്നെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പോവും, അല്ലെങ്കിൽ വണ്ടി പോവും. അങ്ങനെ ഓരോ തടസ്സങ്ങളാണ്. 3 പോസിറ്റീവും 3 നെഗറ്റീവ് ക്യാരക്ടർ. ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. പിന്നെ എടുത്ത് ചാട്ടം, പിന്നെ ആൾക്കാരെ കണ്ണും പൂട്ടി വിശ്വസിക്കുക. ഇതാണ് എൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ. പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ എനിക്കെല്ലാം ബാക്കിയെല്ലാം എന്നിൽ പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഹായ് ചേച്ചി, മിസ്സിങ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ. ആ വീഡിയോ ഇനി ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ എന്നും ചെയ്യാമെന്ന് വെച്ചാൽ ഗൈസ്, ആ ടൈമിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫുഡിങ് സ്റ്റൈൽ ഇപ്പോൾ വെക്കേഷനും കൂടിയൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡിങ് സ്റ്റൈൽ മൊത്തം റെഗുലറാണ്. ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ എണീച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ കഴിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് മീൽ എപ്പോഴാണെന്ന് എനിക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. ഞാൻ നോക്കട്ടെ, ചെയ്യാം. നമ്മൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഞാൻ വ്ളോഗിൽ എവിടെയെങ്കിലും പോകുന്നതൊക്കെ ഇടാറുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ ഒരു ദിവസം എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കൊണ്ടുവരുന്നതാണ്. ബ്രദർ നല്ല ക്യൂട്ടാണ്. ബ്രദർ എത്രയിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ 10th പഠിക്കുന്നത്. പേര് തേജസ് എന്നാണ്. അവ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് വരും. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അവൻ്റെ മുഖം ക്യാമറയിൽ കാണുന്നത് പോലും അവന് ഇഷ്ടമല്ല. അതുകൊണ്ടായിരുന്നു ആദ്യം എനിക്കെങ്ങനെ ക്യാമറയിൽ ഫോട്ടോ ഒന്നും എടുക്കുന്നത് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ മാറി എന്ന് വെച്ചാൽ എൻ്റെ ഈ മാറ്റത്തിന് തന്നെ കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അതാണ്. അപ്പോൾ ചേച്ചിക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ, എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു. എന്തെങ്കിലും സൂപ്പർ പവേഴ്സ് കിട്ടണം എന്ന ആഗ്രഹമുണ്ടോ? ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ എന്തോ ചെയ്യും? എന്തെങ്കിലും സൂപ്പർ പവേഴ്സ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഇൻവിസിബിളായിട്ട് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റണം. കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കാണാൻ പറ്റണം. ഞാൻ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മീൻസ് ഞാൻ ഇൻവിസിബിൾ ആയിരിക്കണം. അപ്പോൾ ആർക്കൊക്കെ എന്നെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് എന്നെ കാണാൻ പറ്റൂ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻവിസിബിൾ പവേഴ്സൊക്കെ കിട്ടണമെങ്കിൽ ഗൈസ്, എന്തെങ്കിലും സൂപ്പർ പവേഴ്സ് കിട്ടുകയാണെങ്കിൽ ദൈവമേ എനിക്ക് ആ പവർ തന്നാൽ മതി എന്നേ ഞാൻ പ്രാർത്ഥിക്കും. ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോസ്. ഡെയിലി കാണാറുണ്ട്. എന്നും വീഡിയോ ഇടണേ ചേച്ചി. ലവ് യു ടു. താങ്ക് യു. എന്നും ഇഷ്ടമാണ് വീഡിയോസ്. എന്നും കാണണം. ഫ്യൂച്ചർ പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഏറ്റവും കൂടുതൽ നടക്കണമെന്ന ആഗ്രഹമുള്ളൊരു കാര്യം, സ്വന്തമായിട്ടൊരു ഇൻകം വേണം. എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ തന്നെ എന്തെങ്കിലും ഹാർഡ് വർക്ക് ഇട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിയിട്ട് അത് എൻ്റെ പാരൻസിൻ്റെ കൊടുത്തിട്ട് അപ്പം അവർക്ക് തോന്നുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇടുന്ന സാലറി ഉണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുമ്പം ആ കാണുന്നൊരു സന്തോഷം കാണണം. അത് നടക്കണം. എത്രയും പെട്ടെന്ന് ഒരു ഇൻകം കിട്ടാമോ അത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ പാരൻസിനെ കൊണ്ട് എനിക്ക് കറങ്ങാനൊക്കെ പോകണം, സ്വന്തം കാശിന്. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ്. പിന്നെ അതൊക്കെയാണ് ചെറിയ ആഗ്രഹങ്ങൾ. ചേച്ചി, എനിക്ക് സംസാരം വലിയ ഇഷ്ടമാണ്. ഡെയിലി വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടോയെന്ന് ഞാൻ ഇടയ്ക്ക് ചാനൽ ചെക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരം കേൾക്കാൻ. താങ്ക് യു. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, ഞാൻ, ഞങ്ങൾ 4 പേരാണ്. ഇപ്പം എന്ത് പഠിക്കുകയാണോ? ഞാൻ ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്താണ്? നല്ല ഭംഗിയാണ്.
താങ്ക് യു. ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഞാൻ മിക്സ് ചെയ്തൊക്കെ ഇടുന്നത്, അതുകൊണ്ടാണ്. ഹലോ, അമ്മിണിയാണോ ഇഷ്ടം പാത്തുനെയാണോ ഇഷ്ടം, ഇവരിൽ ആരെയാണ് പാവം? ഇതെൻ്റെ ഫ്രണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാൻ ആൻസർ ചെയ്യുന്നില്ല. നീ എനിക്ക് പേഴ്സണലി മെസ്സേജ് അപ്പം തരാം. പിന്നെ ഹലോ തീർത്ത ചേച്ചി, ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്നാണ്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഉറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 10th ലൈഫാണോ +2 ലൈഫാണോ മിസ് ചെയ്യുന്നത്? എനിക്ക് 10th ലൈഫാണ് ഇഷ്ടമായിരുന്നത്. എനിക്ക് +2 ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫേ ഇല്ല ഗൈസ്. ഞാൻ ഡെഡായിരുന്നു ഫുള്ളി. എനിക്ക് പിന്നെ എൻ്റെ ആ ഒരു ബെഞ്ച് അതായിരുന്നു എനിക്ക് ലോകം. Q&A വീഡിയോ ചെയ്യാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹലോ ചേച്ചി, ഞാനൊരു ഫാൻ ബോയ് ആണ്. അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്? വെയിറ്റിംഗ് ആണ്. താങ്ക് യു. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുന്നതാണ് ഗൈസ്. എനിക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണ്. ബ്രേക്ക് വരാതെ കണ്ടിന്യൂ ചെയ്യണം. താങ്ക് യു. ഞാൻ ചെയ്യുന്നതാണ് ഗൈസ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ക്വസ്റ്റ്യൻസ്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആരാണ് തന്നത്? എൻ്റെ ഫ്രണ്ടാണെന്ന്, പുണ്യ. അവളടുത്ത് ആദ്യം പറഞ്ഞത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെന്ന്. അപ്പം അവൾ ആദ്യം തുടങ്ങിക്കോ എന്ന് പറഞ്ഞത് അത് അവളായിരുന്നു. പിന്നെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, പിന്നെ ഞാൻ പാത്തുവിനോടും ശ്രീലക്ഷ്മിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞ് സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞത്, കുറച്ച് പേരോടത്തേക്ക് പറഞ്ഞു ഗൈസ്. അവരൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് കയറി വീഡിയോ ഇട്ടു. അങ്ങനെയായിരുന്നു. പിന്നെ ഇനി ഹയർ സ്റ്റഡീസ് ഒക്കെ അല്ലേ ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും. ഇച്ചിരി ഒരു ഗ്യാപ്പ് കിട്ടിയാൽ തന്നെ ഞാൻ വീഡിയോ ഇടും ഗൈസ്. അതുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഞാൻ മാക്സിമം നോക്കും രണ്ടും കൂടി കൊണ്ടുപോകാനായിട്ട്. എനിക്ക് അത്രയും പറ്റത്തില്ല എന്നൊരു കേസ് വരുവാണെങ്കിൽ ഞാൻ വീഡിയോ നിർത്തത്തുള്ളൂ. കാര്യം 1K ആവുക എന്നൊക്കെ ഉള്ളത് ഗൈസ് ഒരു വലിയൊരു കാര്യമാണ്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഗൈസ്. ഇതുവരെ വീഡിയോ ഇട്ടതിൽ കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ടോ? അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ലൈഫിൽ ഏറ്റവും വലിയൊരു ഡ്രീം എന്താണ്? എനിക്ക് സ്വന്തമായിട്ട് ഇൻകം വേണം. എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. എനിക്ക് എൻ്റെ വീട്ടുകാരെ, മെയിനായിട്ട് എൻ്റെ അച്ഛനെ എനിക്ക് വീട്ടിലിരുത്താം. എൻ്റെ ചിലവിന് എൻ്റെ വീട്ടിലെ എല്ലാ ചിലവും നടന്നു പോകണം. എല്ലാവരെയും കാര്യങ്ങളും നടത്താൻ പറ്റാം. ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്? അതെ, ഞാൻ ആവശ്യമില്ലാത്ത ഓരോരുത്തരെ വിശ്വസിക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. ഈ കാര്യത്തിലൊക്കെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതൊന്നും ഇനി എനിക്ക് പറ്റരുതേ ദൈവമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ ഞാൻ ഇത് പിന്നെയും ചെയ്യും. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. ഓട്ട ഈറ്റിനിടെ ഇടാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇടാം ഗൈസ്. എന്നും ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെയൊക്കെ എണീക്കുന്ന ഡേയ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഇടാം. ഡു യു ഹാവ് ലവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല ഗൈസ്, സിംഗിളാണ്. കാര്യം എനിക്ക് ആരെങ്കിലും ഇതുവരെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ഹു ഈസ് യുവർ എനിമിയായിട്ട് അങ്ങനെ ആരുമില്ല. എനിക്ക് ഒട്ടുമിക്ക ആൾക്കാരെയൊക്കെ എന്നെ ഇഷ്ടപ്പെടാത്ത കുറേ പേര് കാണും. പക്ഷേ എനിക്കങ്ങനെ എനിമീസായിട്ട് അങ്ങനെ ആരുമില്ല. എനിമീസായിട്ട് ഇപ്പം എന്തെങ്കിലും ആരുമായിട്ട് പ്രശ്നം വരുവാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. പിന്നെ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ ഈഗോ അണിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോഴേ ഞാൻ എടുത്തങ്ങ് കളയും. എൻ്റെ ലൈഫിനെ അപ്പം ഇറൈസ് ചെയ്തങ്ങ് കളയും. പോട്ടെ എന്ന് പറയും. +2 ഡു യു മിസ് യുവർ +2 ക്ലാസ്സസ്? നെവർ. എൻ്റെ ലൈഫിൽ ഞാൻ +1 +2 മിസ് ചെയ്യത്തേ ഇല്ല. ഞാൻ മിസ് ചെയ്യും. ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരിക്കുന്ന ബെഞ്ച്, ലഞ്ച് ബ്രേക്ക്, ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും. അല്ലാതെ എൻ്റെ +2 ലൈഫ് ഞാൻ മിസ് ചെയ്യത്തേ ഇല്ല. ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. ഞാൻ സ്കൂളിലും പോകത്തില്ലായിരുന്നു. തൻ്റെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ സപ്പോർട്ട് തരുന്ന ആളാരാണ്? എൻ്റെ കുഞ്ഞാണ്. എനിക്കിപ്പം എന്ത് ആവശ്യമുണ്ടെങ്കിലും എനിക്ക് കുഞ്ഞെ വിളിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞ് എന്നെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സൈഡിലാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ പാത്തു, ശ്രീലക്ഷ്മി, പുണ്യ, മീനാക്ഷി, ഇവരൊക്കെയാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്. പിന്നെ ഇവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരുപാട്. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സും ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ട് ഗൈസ് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടുമിക്ക ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എൻ്റെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാൾ എൻ്റെ കുഞ്ഞാണ്. ഡു യു ഹോപ്പ് ടു ഗെറ്റ് ഫേമസ് ഇൻ ദ ഫ്യൂച്ചർ? ഓഫ് കോഴ്സ്. 4 ആൾ അറിയുന്ന നല്ലൊരു കാര്യമല്ലേ. പിന്നെ എത്ര തവണ ഫുഡ് കഴിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വിശക്കം പഴക്കം തിന്നും ഗൈസ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ നീ ആരാടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആരാന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് നോക്കുമോനെ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. താങ്ക് യു. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഇൻസ്റ്റാ ഫ്രണ്ട് ഫ്രം ബാംഗ്ലൂർ, പ്ലീസ് ഫോളോ ബാക്ക്. അത് അന്ന് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ യൂട്യൂബ് ചാനൽ പൊട്ടിയില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ പൊട്ടിക്കില്ല, ഇനി പൊട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ 1K സെലിബ്രേഷൻ ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 1K സെലിബ്രേഷൻസ് ഇല്ല ഗൈസ്. ഇനിയും നമുക്ക് വളരാനുണ്ട്, എന്നിട്ട് ചെയ്യാം. പിന്നെ സയൻസ് ഗൈഡ് ഉണ്ടോ ഗീവ് അവേ ആയിട്ട് തരാൻ? ഞാൻ ഗൈഡ് പോയി ടെക്സ്റ്റ് പോലും പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് സത്യം. ഗീവ് അവേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് പച്ച പിടിക്കട്ടെ, എന്നിട്ട് ഗീവ് അവേ ഒക്കെ നടത്താം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നെൻ്റെ Q&Aയിൽ പറയാനായിട്ട്. ഇനി എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പലർക്കും ഇതെന്താ ഇവിടെ പറയുന്നതൊക്കെ തോന്നും, പക്ഷേ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ക്ഷമിക്കണം. നെക്സ്റ്റ് ടൈം ഞാനത് സെറ്റാക്കുന്നതാണ് ഗൈസ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, നമുക്കെല്ലാം ഇമ്പ്രൂവ് ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.